ഹലോ എവരി വൺ വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ലാക്മിയുടെ സൺ എക്സ്പേർട്ട് അൾട്രാ മാറ്റ് ലോഷൻ സൺസ്ക്രീനിൻ്റെ റിവ്യൂ കാണാം. ഇതിൻ്റെ MRP വരുന്നത് 550 റുപ്പീസാണ്. 100 ml ആണ് കേട്ടോ ക്വാണ്ടിറ്റി വരുന്നത്. ഞാനിത് നൈക്കയിൽ ഒരു സെയിൽ കാണുന്ന സമയത്ത് വാങ്ങിയതാണ് കേട്ടോ. ബൈ വൺ ഗെറ്റ് വൺ ഓഫറിലാണ് കേട്ടോ ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് ഒരു ട്യൂബ് ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞത് ഇപ്പോൾ സെക്കൻഡ് ട്യൂബാണ്. ലാക്മിയുടെ ഒട്ടുമിക്ക പ്രോഡക്ട്സിൻ്റെയും പാക്കേജിങ്ങിൽ ചേഞ്ചസ് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം നിങ്ങൾ നൈക്കയിലൊക്കെ ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ പാക്കേജിങ് ഡിഫറെൻ്റ് ആയിരിക്കും, പക്ഷേ പ്രോഡക്റ്റൊക്കെ സെയിം തന്നെയാണ് കേട്ടോ. ഈ ഒരു സൺസ്ക്രീൻ SPF 50 PA++ ആയിട്ടാണ് കേട്ടോ വരുന്നത്. അത്യാവശ്യം നല്ലൊരു പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. എന്നിരുന്നാലും നമ്മളെ നാട്ടിലത്തെ ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല ടെമ്പറേച്ചറാണ്. അതുകൊണ്ട് തന്നെ എവറി 2 hour കൂടുമ്പോൾ നമ്മൾ സൺസ്ക്രീൻ എന്തായാലും റീഅപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. പിന്നെ പുറത്തൊക്കെ പോകുമ്പോൾ നമ്മളധികം മേക്കപ്പും ഫൗണ്ടേഷനൊന്നും യൂസ് ചെയ്യാണ്ടിരിക്കുക. ഈ ജസ്റ്റ് കളർ കറക്ഷൻ മാത്രം ചെയ്യുക. എന്തെങ്കിലും സ്പോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഹൈഡ് ചെയ്യാനായിട്ട് കൺസീലർ മാത്രം യൂസ് ചെയ്തിട്ട് ലൈറ്റ് മേക്കപ്പ് ചെയ്യണതാണ് കേട്ടോ നമ്മളുടെ ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. ഈ ഒരു സൺസ്ക്രീനിൻ്റെ പേര് വരുന്നത് അൾട്രാമാറ്റ് ലോഷൻ സൺസ്ക്രീൻ എന്നാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ പേരുമായിട്ട് ഇതിന് യാതൊരു തരത്തിലുള്ളൊരു ബന്ധമുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. ഒന്നാമത്തെ കാര്യം, ഇത് ലോഷൻ സൺസ്ക്രീൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ ഒരു ടെക്സ്ചർ വരുന്നത് ലോഷൻ ടെക്സ്ചർ അല്ല, ഒരു ക്രീമി ടെക്സ്ചറാണ് കേട്ടോ വരുന്നത്. കുറച്ചൊരു തിക്കായിട്ടുള്ളൊരു ടെക്സ്ചറാണ്. പിന്നെ നമ്മളുടെ സ്കിന്നിലേക്ക് അബ്സോർവ് ചെയ്യാനായിട്ട് നല്ലപോലെ സമയം എടുക്കും കേട്ടോ. ബ്ലെൻഡ് ചെയ്യാനും കുറച്ച് പണിയാണ്. അത്ര പെട്ടെന്നൊന്നും നമ്മൾ സ്കിന്നിലേക്ക് ഇത് അബ്സോർവ് ആയിട്ട് വരില്ല. ആദ്യം ഒന്ന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു വൈറ്റ് കാസ്റ്റ് പോലെ ഫീൽ ചെയ്യും. പിന്നെ കുറച്ചൊരു ടൈം എടുത്ത് നമ്മൾ ബ്ലെൻഡ് ചെയ്യുകയാണെങ്കിൽ ആ വൈറ്റ് കാസ്റ്റ് പോകുന്നുണ്ട് കേട്ടോ. കുറച്ച് ഡീപ്പ് സ്കിൻ ടോണുള്ള ആൾക്കാരൊക്കെ ഇത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു വൈറ്റ് കാസ്റ്റ് പെട്ടെന്ന് തന്നെ എടുത്ത് അറിയും. പിന്നെ ഇതിൽ കൊടുത്തിട്ടുള്ളത് ഒരു മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള സൺസ്ക്രീൻ എന്നാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇതെനിക്ക് യൂസ് ചെയ്തിട്ട് മാറ്റ് ഫിനിഷ് പോലെ തോന്നിയില്ല കേട്ടോ. ഒരു ഡ്യൂയി ഗ്ലോയി ആയിട്ടുള്ള ഒരു ഫിനിഷാണ് വരുന്നത്. ഡ്രൈ ടു കോമ്പിനേഷൻ സ്കിന്നിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൺസ്ക്രീനാണ്. പക്ഷേ ഇത് ഓയിലി സ്കിന്നിന് ഞാൻ ഈ ഒരു സൺസ്ക്രീൻ ഒട്ടും റെക്കമെൻഡ് ചെയ്യുന്നില്ല കേട്ടോ. ഈ ഒരു സൺസ്ക്രീന് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സൺസ്ക്രീൻ എന്നാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇതെനിക്ക് അങ്ങനെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്ചറായിട്ട് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. കുറച്ചൊരു ഹെവി ഫീലിംഗ് ഉണ്ട്. നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്തോ ഒരു ഹെവി ആയിട്ടുള്ളൊരു സംഭവം അപ്ലൈ ചെയ്തൊരു ഫീലിംഗ് നമുക്ക് എന്തായാലും ഈ സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ ഉണ്ട് കേട്ടോ. പിന്നെ ഇതിനൊരു ടിപ്പിക്കൽ ലാക്മിയുടെ എല്ലാ പ്രോഡക്ട്സിനും ഉണ്ടാവുന്ന അതേ സ്മെല്ല് തന്നെയാണ് കേട്ടോ ഈ ഒരു സൺസ്ക്രീനും വരുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ലാക്മിയുടെ തന്നെ അൾട്രാമാറ്റ് ജെൽ സൺസ്ക്രീനിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടും സെയിം പാക്കേജിങ് തന്നെയാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ ടെക്സ്ചർ രണ്ടും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്കത് രണ്ടും മാറിപ്പോകണ്ട കേട്ടോ. രണ്ട് സൺസ്ക്രീനും ഡിഫറെൻ്റ് ആണ് കേട്ടോ. ഇത് കുഴപ്പമില്ല, ഓവറോൾ പറയുകയാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൺസ്ക്രീനാണ്. കുറച്ച് ടൈം എടുത്ത് നമ്മൾ ബ്ലെൻഡ് ചെയ്തിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഡ്രൈ സ്കിന്നിനും കോമ്പിനേഷൻ സ്കിന്നിനും യൂസ് ചെയ്യാൻ പറ്റും. കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ സ്കിന്നിൻ്റെ അതേ സെയിം കളർ തന്നെയായിട്ട് വരും കേട്ടോ ഈ ഒരു സൺസ്ക്രീന്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ വരുന്നത്. അപ്പോൾ നമുക്ക് പുതിയൊരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.